ഹീലിംഗ് ഫാമിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ എക്സുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, നിങ്ങളുടെ എക്സിന് നിങ്ങളോടുള്ള ഫീലിങ്സ് എങ്ങനെയാണെന്ന് നോക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ എക്സിന് നിങ്ങളോടുള്ള ഫീലിങ്സ് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സിന്റെ ഫീലിങ്സ് എടുത്ത് നോക്കണം അല്ലേ? എക്സിന്റെ ഫീലിങ്സ് എടുത്ത് നോക്കാനായിട്ട് പോവാണ് ഞാൻ. എൻ്റെ വീഡിയോ കാണുന്ന വ്യൂവേഴ്സ് എന്നെ അറിയില്ലെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ പ്രിയങ്ക പ്രകാശ്. ഞാനൊരു ക്ലയർവയന്റ് ആണ്, അതുപോലെ തന്നെ ഒരു സൈക്കിക് ടാരറ്റ് കാർഡ് റീഡർ ആണ്. പേഴ്സണൽ റീഡിങ്സ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്നെ കൊണ്ട് പറ്റാവുന്ന അത്രയും ഞാൻ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന്. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ ഈ വീഡിയോ കാണുന്ന യൂണിവേഴ്സ്, എൻ്റെ ഈ വീഡിയോ കാണുന്ന വ്യൂവേഴ്സ്, എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ വീഡിയോ ആയിട്ട് കണക്ട് ചെയ്യുന്ന എൻ്റെ വ്യൂവേഴ്സ്, ഇവരുടെ എക്സിന് ഇവരോടുള്ള ഫീലിങ്സ് അറിയണം. യൂണിവേഴ്സ് ഏറ്റവും കൃത്യമായ ആൻസർ എനിക്ക് തരണേ. മദർ യൂണിവേഴ്സ് ഏറ്റവും കൃത്യമായ ആൻസർ എനിക്ക് തരണേ. എൻ്റെ ഈ വീഡിയോ കാണുന്ന വ്യൂവേഴ്സിന്റെ എക്സ് അവരെ കുറിച്ചിട്ട് എന്താണ് വിചാരിക്കുന്നത്? ഇന്ന് ഞാൻ അത്യാവശ്യം കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോവാണ്. സാധാരണയായിട്ട് ഞാൻ പെട്ടെന്ന് കുറച്ച് കാർഡ്സ് പിക്ക് ചെയ്തിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ഇന്ന് അങ്ങനെയല്ല, ഏറ്റവും പറ്റുന്നത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ ഒരു റീഡിങ് തരുന്നതായിരിക്കും. സാധാരണ അങ്ങനെയാണ് ക്ലയൻസിന് ചെയ്യാറ്. അതായത് കുറച്ചധികം കാർഡ്സ് ഞാൻ പിക്ക് ചെയ്തിട്ട് നോക്കാറുണ്ട്. ഞാൻ ആദ്യം കുറച്ച് കാർഡ്സ് എടുക്കും, അതിന്റെ ക്ലാരിഫിക്കേഷൻ എടുത്തിട്ട് പിന്നെ ഓരോ കാർഡ്സിന്റെയും ക്ലാരിഫിക്കേഷൻസ് എടുക്കാറുണ്ട്. അപ്പൊ ആദ്യം ഞാൻ ഒരു 12 കാർഡ്സ് ആണ് എടുക്കാറ്. അത് കഴിഞ്ഞിട്ട് ആ 12 കാർഡ്സിനും വേണ്ടിയിട്ടുള്ള ക്ലാരിഫിക്കേഷൻ എന്ന് വെച്ചാൽ ടോട്ടൽ ഒരു 24 കാർഡ്സ് ഞാൻ പിക്ക് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ ഓവറോൾ എനർജിയും ചെക്ക് ചെയ്യാറുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ ഡീറ്റെയിൽഡ് റീഡിംഗ് എടുക്കാറ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. എൻ്റെ ഈ വീഡിയോ കാണുന്ന വ്യൂവേഴ്സിന്റെ എക്സിന് അവരോടുള്ള ഫീലിങ്സിന്റെ എന്താണ് എൻ്റെ വീഡിയോ കാണുന്ന വ്യൂവറിന്റെ എക്സിന് അവരോടുള്ള ഫീലിങ്സ് ഏറ്റവും കൃത്യമായ ആൻസർ എനിക്ക് തരണേ മദർ യൂണിവേഴ്സ്. ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ എക്സ് നിങ്ങൾക്ക് ഒരു മറുപടി പോലും തരാതെ പോയിട്ടുള്ള ആളാണ് കേട്ടോ. അങ്ങനെയുള്ള വ്യക്തികൾ മാത്രം ഈ വീഡിയോ കാണുക, അല്ലാത്തവർ സ്വൈപ്പ് ചെയ്തോളുക കേട്ടോ. എന്താന്ന് വെച്ചാല് ഈ വീഡിയോ കാണുന്ന വ്യൂവറിന്റെ എക്സ് ഒരു ക്ലോഷറും തരാതെ, കണ്ടോ 8 ഓഫ് കപ്സ് ആണ്, ഒരു ക്ലോഷറും തരാതെ നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുള്ള ഒരാളാണ്. അവർക്ക് വേറെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തി എന്ന് പറഞ്ഞാല് അവരുടെ വീട്ടുകാരാവാം, ഇല്ലെങ്കിൽ അവരുടെ വേറെ ഏതെങ്കിലും എന്താ പറയാ ഒരു ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ ആയിരിക്കാം. എന്തായാലും തേർഡ് പാർട്ടി കാരണം നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുള്ളതാണ് കേട്ടോ. അതാണ് എനിക്ക് ഇവിടെ കാണുന്നത്. കണ്ടോ 3 ഓഫ് കോയിൻസ്. തേർഡ് പാർട്ടി കാരണം നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ട്. അവര് ഇവിടെ ബ്ലാക്ക് മാജിക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡെവിള് വന്നിട്ടുണ്ട് കണ്ടോ. ഞാനിവിടെ നിങ്ങളുടെ മുന്നിലാണ് കാർഡ്സ് ഷഫിൾ ചെയ്തത്, നിങ്ങൾ കണ്ടതാണ്. ഈ വരുന്ന കാർഡ്സും നിങ്ങൾ കാണുന്നുണ്ട് അല്ലെ. ഇവിടെ ഇപ്പൊ കണ്ടോ, ഡിപ്രഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങളുടെ എക്സ് അല്ലെങ്കിൽ നിങ്ങളെ വിട്ടിട്ട് പോയ ആ ഒരു വ്യക്തി. നിങ്ങളുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, നിങ്ങളുടെ എക്സ് ആയിക്കോട്ടെ അല്ലെ, ആരാണെങ്കിലും ശരി, ആ വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ട്? ബ്ലാക്ക് മാജിക് ചെയ്തത് കാരണം പോയിട്ടുള്ള ആളാണ്. തേർഡ് പാർട്ടി ആയിരിക്കാം അത് ചെയ്തത്. ഇവിടെ ഇപ്പൊ സ്വന്തമായിട്ട് ആ വ്യക്തിക്ക് എന്താണ് ഒരു ഉറക്കമില്ലാത്ത സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് കാണുന്നത്. തേർഡ് പാർട്ടിയാണ് റീസൺ വരുന്നത്. അപ്പൊ അവരുമായിട്ട് ഓക്കെ ആയിരിക്കും, നല്ലതായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് പോയ പോക്കാണ്. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അവിടെ പുള്ളിക്ക് സന്തോഷമൊന്നും കിട്ടിയില്ല കേട്ടോ. അവിടെ ബുദ്ധിമുട്ടാണ് ആളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് കേട്ടോ. ഇവിടെ ഇപ്പൊ 4 കാർഡ്സ് വന്നിട്ടുണ്ട്. ആ 4 കാർഡ്സ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. 3 ഓഫ് സ്പോർട്സ് വന്നിട്ടുണ്ട്, 10 ഓഫ് സ്പോർട്സ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 10 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, 8 ഓഫ് വോൺസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ബേസിലായിരിക്കും ഞാൻ ഇനി അങ്ങോട്ട് കാര്യങ്ങൾ പറയാൻ പോകുന്നത്. 3 ഓഫ് സ്പോർട്സ് എന്തുകൊണ്ടാണ് യൂണിവേഴ്സ് വന്നത്? ഹാൻഡ്മാൻ എന്തുകൊണ്ടാണ് യൂണിവേഴ്സ് വന്നത്? 10 ഓഫ് സ്പോർട്സ് എന്തുകൊണ്ടാണ്? 10 ഓഫ് സ്പോർട്സ് എന്തുകൊണ്ടാണ് യൂണിവേഴ്സ് വന്നത്? 10 ഓഫ് പെന്റക്കിൾസ് എന്തുകൊണ്ടാണ് യൂണിവേഴ്സ് വന്നത്? യൂണിവേഴ്സ് വന്നത് ഏസ് ഓഫ് കപ്സ് എന്തുകൊണ്ടാണ് യൂണിവേഴ്സ് വന്നത്? ഇവിടെ ഇപ്പോ നിങ്ങളുടെ സോൾമേറ്റ് ആണ് ആക്ച്വലി നിങ്ങളുടെ എക്സ്. ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് വരണം എന്നുണ്ട്. പക്ഷെ എന്താ സംഭവിച്ചത്? തേർഡ് പാർട്ടിയുടെ കൂടെ ആളങ്ങ് പൊയ്ക്കളഞ്ഞു. നിങ്ങളോടൊരു റീസൺ പോലും പറഞ്ഞിട്ടുണ്ടാവില്ല. രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാവും പോയത്. ഓക്കെ, ഇവിടെ 3 ഓഫ് സ്പോർട്സിന്റെ ക്ലാരിഫിക്കേഷൻ, ഹാൻഡ്മാന്റെ ക്ലാരിഫിക്കേഷൻ, പേജ് ഓഫ് കപ്സിന്റെ ക്ലാരിഫിക്കേഷൻ.
ഇവിടെ ആൾക്ക് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരണം എന്നുണ്ട്, പക്ഷെ ആൾ ഒട്ടും കംഫർട്ടബിൾ അല്ല കേട്ടോ. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരാൻ ആള് കംഫർട്ടബിൾ അല്ല, അതാണ് സംഭവം. മാനസിക ബുദ്ധിമുട്ട് എന്തായാലും ആൾ അനുഭവിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ സ്ട്രെസ് ഉണ്ടാവും, ഇല്ലെങ്കിൽ ഉറക്കക്കുറവോ ഉറക്ക തടസ്സമോ ഉറക്കം ബ്രേക്ക് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഒരു അവസ്ഥ, അങ്ങനെ പല പ്രശ്നങ്ങളും ഈ വ്യക്തി നേരിടുന്നുണ്ടാവാം. ഇവിടെ നിങ്ങളോടൊരു ഇഷ്ടം എന്ന് പറയുന്നത് ആൾക്കുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ബിക്കോസ് ആ ആൾക്ക് നിങ്ങൾ അട്രാക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് കാണുന്നത് കേട്ടോ. ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരു ഫെമിനിൻ എനർജി ആവാനുള്ള ചാൻസ് വളരെ ഹൈ ആണ് കേട്ടോ. ഒരു ഫെമിനിൻ എനർജി ആവാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. ഇവിടെ ഇപ്പോ 10 ഓഫ് സ്വാർഡ്സ് ആണ് വന്നിരിക്കുന്നത്. 10 ഓഫ് സ്വാർഡ്സിന്റെ ക്ലാരിഫിക്കേഷൻ, 6 ഓഫ് സ്വാർഡ്സ്, 10 ഓഫ് പെന്റക്കിൾസിന്റെ ക്ലാരിഫിക്കേഷൻ, വീൽ ഓഫ് ഫോർച്യൂൺ, 8 ഓഫ് പെന്റക്കിൾസിന്റെ ക്ലാരിഫിക്കേഷൻ, 5 ഓഫ് സ്വാർഡ്സ്. ഇവിടെ നിങ്ങളോട് എന്താ പറയാ, നിങ്ങളെ വിട്ടിട്ട് പോകേണ്ടി വന്നത് നിങ്ങളെ ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടാവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അതായത് നിങ്ങളോട് പറയാതെ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കാം നിങ്ങളെ ഇട്ടിട്ട് പോയിട്ടുണ്ടാവുക. മേ ബി നിങ്ങൾ ദൂരെ എവിടെയെങ്കിലും ഒന്നിച്ച് നിൽക്കുന്നുണ്ടായിരുന്നിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് എന്താ പറയുക കരിയറിൽ ഫോക്കസ് ചെയ്യുന്ന ഒരാളായിട്ട് എക്സിന് തോന്നിയിട്ടുണ്ടാവാം. നിങ്ങൾ കരിയറിൽ ഇപ്പൊ ഒരുപാട് ഫോക്കസ് ചെയ്യുന്നതായിട്ട് ആൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഒരു ഈഗോ ഇഷ്യൂസും കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ പൈസ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ കരിയറിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു, അങ്ങനെയുള്ള ഒരു ഈഗോ ഇഷ്യൂ. അതുപോലെ തന്നെ മേ ബി കരിയറിന് വേണ്ടിയിട്ട് നിങ്ങളെ ഇട്ടിട്ട് പോയി, അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ടോ ഫാമിലിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതുപോലുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഇട്ടിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് കാണുന്നത്. നിങ്ങളെ ഇട്ടിട്ട് ആരുടെ കൂടെ പോയിട്ടുണ്ടെങ്കിലും ആ വ്യക്തി പോയിട്ടുള്ളത് കാർമിക് ആയിട്ടുള്ള വ്യക്തികളുടെ കൂടെയാണ്. അതുകൊണ്ടാണ് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വിത്ത് 10 ഓഫ് പെന്റക്കിൾസ് വന്നിരിക്കുന്നത് കേട്ടോ. കാർമിക് ആയിട്ടുള്ള വ്യക്തികളുടെ കൂടെയാണ് ആള് പോയിട്ടുള്ളത്. ഇവിടെ ഇപ്പോ 10 ഓഫ് കപ്സിന്റെ ക്ലാരിഫിക്കേഷൻ 3ഉം, ഏസ് ഓഫ് വോൺസിന്റെ ക്ലാരിഫിക്കേഷൻ 7 ഓഫ് സ്പോർട്സ്, 7 ഓഫ് സ്പോർട്സിന്റെ ക്ലാരിഫിക്കേഷൻ 2 ഓഫ് വോൺസ്. അതുകൊണ്ട് തന്നെ പുള്ളി മറ്റൊരു കാര്യത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിലും അവിടെയും പുള്ളിക്ക് വർക്ക്ഔട്ട് ഒന്നും ആയിട്ടില്ല. അവിടെയും പുള്ളിയെ ആരോ ചീറ്റ് ചെയ്തൊരവസ്ഥയാണ് എനിക്ക് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ എക്സ് എന്ന് പറയുന്നത് ഗേൾ ആയിക്കോട്ടെ ബോയ് ആയിക്കോട്ടെ, മെയിൽ ഓർ ഫീമെയിൽ, നിങ്ങളെ ചീറ്റ് ചെയ്തൊരു അവസ്ഥ കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളെ ഇട്ടിട്ട് റണ്ണർ എനർജി ആയിട്ട് പോയിട്ടുള്ള ഒരാളാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, റണ്ണർ എനർജി ആയിട്ട് പോയിട്ടുള്ള ആളെന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ അവർക്കൊരു കമ്മിറ്റ്മെന്റ് ചെയ്യാനുള്ള പക്വതയില്ല. ഞാൻ പേഴ്സണൽ റീഡിങ്സിൽ പറയാറുള്ള ഒരു കാര്യമാണിത്. എൻ്റെ അടുത്തുനിന്ന് പേഴ്സണൽ റീഡിങ്സ് എടുത്ത ആൾക്കാർ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. നിങ്ങളോട് ഞാൻ പറഞ്ഞ കാര്യമാണ്. ഇവിടെ തേർഡ് പാർട്ടി കാണുന്നുണ്ട്, ഇവിടെ 8 ഓഫ് വോൺസ് കാണുന്നുണ്ട്. അതിന്റെ ക്ലാരിഫിക്കേഷൻ പേജ് ഓഫ് പെന്റക്കിൾസ്. അവർക്ക് നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരണം എന്ന ആഗ്രഹമുണ്ട്, പക്ഷെ അവർക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ട്. ഒന്നെങ്കിൽ ഡിപ്രഷൻ, ആൻസൈറ്റി പോലുള്ള എന്തെങ്കിലും മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് പേടിയുള്ള ഒരാളായിരിക്കാം. അവർക്ക് പേടിയാണ്, അതുകൊണ്ടാണ് അവർ ഇട്ടിട്ട് ഒരൊറ്റ പോക്ക് പോയത് കേട്ടോ. അവർക്ക് അവരുടെ ഫാമിലിയെ പേടിയായിരിക്കാം, അല്ലെങ്കിൽ അതുപോലെ കരുതുന്ന ഏതെങ്കിലും വ്യക്തികളെ അവർക്ക് പേടിയായിരിക്കാം. ഇവിടെ 8 ഓഫ് വോൺസ് വിത്ത് പേജ് ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത് കണ്ട. അതിന്റെ അർത്ഥം അവർക്കൊരു കമ്മിറ്റ്മെന്റ് തരണം എന്നുണ്ട്, പക്ഷെ അവർക്ക് അതിനുള്ള പക്വതയില്ല. അവരൊത്തിരി സ്പീഡിൽ വരില്ല, ഇച്ചിരി പതിയെ പതിയെ വന്നൊരു കമ്മിറ്റ്മെന്റ് തരാമെന്ന് അവർ മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പക്വതയില്ലാത്ത ഒരാളുടെ കമ്മിറ്റ്മെന്റ് വേണോ വേണ്ടിയോ എന്നുള്ളത് നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. കൊച്ചു പയ്യനോ കൊച്ചു പെണ്ണോ ആണെങ്കിലും പ്രായമുള്ള ഒരാളാണെങ്കിലും ശരി, അവരുടെ മാനസികമായിട്ടുള്ള പക്വത എന്ന് പറയുന്നത് കുറവാണ്. അതുകൊണ്ടാണല്ലോ അവരിങ്ങനെ ചെയ്തത്. ഇവിടെ ഇപ്പൊ വേൾഡിന്റെ ക്ലാരിഫിക്കേഷൻ ആയിട്ട് വന്നിരിക്കുന്നത് 7 ഓഫ് വോൺസ് ആണ്. അവർക്ക് എന്ന് വെച്ചാല് അവരുടെ കാർമികമായിട്ടുള്ള വ്യക്തികളുടെ അടുത്ത് നിന്നൊക്കെ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു സ്വന്തം കാലിൽ നിന്ന് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് ട്രാവൽ ചെയ്ത് നിങ്ങളുടെ അടുത്ത് വരണം എന്നുണ്ട്, കമ്മിറ്റ്മെന്റ് തരണം എന്നുണ്ട്. 5 ഓഫ് വോൺസിന്റെ ക്ലാരിഫിക്കേഷൻ എംപറർ. പക്ഷേ അവരുടെ ഒരു ഫാമിലിയിലാണ്, അവരുടെ ഫാമിലി അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട് സർക്കിൾ, കൊളീഗ്സിന്റെ ഒക്കെ ഇടയിലോ ആരൊക്കെയൊക്കെയോ കുറച്ച് വ്യക്തികള് നിങ്ങൾക്ക് കാർമികമായിട്ട് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽപ്പുണ്ട് എന്നാണ് എനിക്ക് കാണുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു മെയിൽ എനർജി എനിക്ക് ഇവിടെ വിസിബിൾ ആയിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും മെയിൽ എനർജിയിൽ നിൽക്കുന്ന ഫെമിനിൻ ആയിരിക്കാം, അല്ലെങ്കിൽ മാസ്കുലിൻ ആയിരിക്കാം. ഇവിടെ മെയിൽ എനർജിയിൽ നിൽക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ബുദ്ധിമുട്ട് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അവർക്ക് കാര്യങ്ങളൊന്നും ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇവൻ തോ നിങ്ങളുടെ സോൾമേറ്റ് ആയിക്കോട്ടെ, അവർക്ക് കാര്യങ്ങൾ അധികം ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നില്ലാത്ത ഒരവസ്ഥ അവർക്ക് ഭയങ്കര ഹേർട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അവർ കംഫോർട്ടബിൾ അല്ല. പക്ഷെ അവർക്ക് നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണം എന്നുണ്ട്. ചിലപ്പോൾ അവരൊരു മെസ്സേജ് നിങ്ങൾക്ക് വരാം, അവർ നിങ്ങളെ അൺബ്ലോക്ക് ആക്കാൻ ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ പിന്നെ അവർ നിങ്ങളുടെ സ്റ്റോറി കാണുക, ലൈക്ക് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും അവർ റണ്ണർ എനർജി ആയതുകൊണ്ടും
അവർ വന്നു കഴിഞ്ഞാലും നിങ്ങൾ ഒത്തിരി പെട്ടെന്ന് അവർക്ക് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക കേട്ടോ. ദയവ് ചെയ്ത് എൻ്റെ സ്പിരിച്വൽ ഫാമിലി അവർക്ക് എടുത്ത് പിടിച്ചിട്ട് റിപ്ലൈ കൊടുക്കാതിരിക്കുക, മെസ്സേജിന് ഒന്നും റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ള റണ്ണർ എനർജീസിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ശിക്ഷ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അവർക്കുള്ള ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അവർക്ക് ഉടനടി നമ്മൾ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെപ്പോഴും എനിക്ക് അവൈലബിൾ ആണ്, എനിക്ക് ഇവരോട് എന്ത് വേണേലും ചെയ്യാം എന്നുള്ളൊരു തോട്ട് അവർക്ക് വരും. അപ്പൊ അങ്ങനെ ഒരു തോട്ട് അവർക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത് ഇങ്ങനെ ഒരു റെസ്പോൺസ് അവർക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളത് കേട്ടോ. അതുപോലെ തന്നെ അവർക്ക് വരണം എന്നും ട്രാവൽ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. ഇവിടെ 8 ഓഫ് വാണ്ട്സ് വിത്ത് പേജ് ഓഫ് പെന്റിക്കിൾസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏകദേശം ഒരു 8 hours, 8 weeks, 8 days, 8 months ഒക്കെ ആ ഒരു ടൈമിനുള്ളിൽ അവർ തിരിച്ചു വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും സ്പീഡിൽ കേട്ടോ. അവർക്ക് സ്വന്തം കാലിൽ നിൽക്കണം എന്നൊരു ആഗ്രഹം തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് കാണുന്നത്. സ്റ്റിൽ ഈ കാർമിക് സൈക്കിൾ പ്രശ്നമാക്കുന്നത് ഒരു പ്രശ്നം തന്നെയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ. തേർഡ് പാർട്ടി എന്നല്ല, കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ ഈഗോ ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് അവർക്ക് കൂടുതലും ഉള്ളത്. ഒരു കോൺഫ്ലിക്റ്റ് ആണ്. ഓക്കെ, ഒരു വഴക്കിടുന്ന ഒരു അന്തരീക്ഷം, ഈഗോ ഒക്കെയാണ് എനിക്ക് കാണുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നവും മാനസിക പ്രശ്നവും റണ്ണർ എനർജിയും ഒരാൾക്ക് ഒരുപോലെ വന്നാല്, അതായത് ഇപ്പൊ എനിക്കൊരു പ്രോബ്ലം ഉണ്ട്, എനിക്ക് മാനസിക ബുദ്ധിമുട്ടുള്ള ആളാണ് ഞാൻ, എന്റെ വീട്ടുകാരും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആൾക്കാരാണ്, എന്നെ അവർക്ക് വേണ്ട, അല്ലെങ്കിൽ എന്റെ പൈസ മാത്രം അവർക്ക് മതി, ഇല്ലെങ്കിൽ എന്റെ എന്താ പറയാ ഇഷ്ടത്തെ തകർക്കാൻ നോക്കുന്ന വീട്ടുകാര്, അല്ലെങ്കിൽ എന്റെ ഇഷ്ടത്തെ തകർക്കാൻ നോക്കുന്ന വീട്ടുകാരെ, അല്ലെങ്കിൽ മറ്റു കാർമികായിട്ടുള്ള വ്യക്തികൾ ഇടയിൽ എന്നുണ്ടെങ്കിൽ, എനിക്ക് മാനസിക ബുദ്ധിമുട്ടും ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് എല്ലാം കൂടെ ചെയ്തെടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് മാനസിക ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തി എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി ആ വ്യക്തി എന്താണ്, റണ്ണർ എനർജിയിലേക്ക് പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. റണ്ണർ എനർജി എന്ന് വെച്ചാൽ എന്താണ്, ആ വ്യക്തിക്ക് ഇഷ്ടം കിട്ടും തോറും ആ വ്യക്തി ഓടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് ഇതൊക്കെയാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആ വ്യക്തി തിരിച്ചു വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്ന് കാണുന്നു. അതുകൊണ്ട് വ്യക്തി തിരിച്ചു വന്നാൽ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ അതനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് അവർക്ക് കൊടുക്കുക. എന്റെ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച് എല്ലാവരോടും. അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ചിന്തിക്കുക. ഇത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട ആളുടെ, ഇപ്പൊ നിങ്ങൾ ഈ ആള് തിരിച്ചു വന്നാൽ പോലും എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ആളെ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ആളെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോവും. ആ ഒരു എഫേർട്ട് നിങ്ങൾ എടുക്കാൻ റെഡി ആണെങ്കിൽ മാത്രമേ ഈ വ്യക്തി തിരിച്ചു വന്നിട്ട് കാര്യമുള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾ ചെയ്തെടുക്കാൻ പറ്റിയാൽ മാത്രമേ ഈ വ്യക്തി തിരിച്ചു വന്നിട്ടൊരു യൂസ് ഉള്ളൂ. ഈ വ്യക്തിയെ കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഈ വ്യക്തി വന്നാൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ഇയാളെ റെഡിയാക്കേണ്ടി വരും കേട്ടാ. അതുകൊണ്ട് എല്ലാവരും അതനുസരിച്ചിട്ട് കാര്യങ്ങൾ ചിന്തിക്കുക, മുന്നോട്ട് പോവുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. ഇനി ഇങ്ങനെ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്ദിയുണ്ട് എന്റെ വീഡിയോസ് കാണുന്നതിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഇനിയും റീഡിങ്സ് വേണമെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ വീഡിയോയിൽ തന്നെ ഞാൻ അതിന്റെ നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സും ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഞാൻ ഇടയ്ക്ക് അതിൽ കൊടുക്കാറുണ്ട്, വെബ്സൈറ്റിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും. വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID, വാട്സപ്പ്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് എല്ലാം അവൈലബിൾ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഞാൻ വളരെ സ്പീഡിലാണ് കാര്യങ്ങൾ പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഒരു വീഡിയോ എത്രയും ഷോർട്ട് ആക്കാൻ പറ്റുമോ അത്രയും ഷോർട്ട് ആക്കി എളുപ്പം കാര്യങ്ങൾ പറഞ്ഞിട്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ് എനിക്കും താല്പര്യം. അതുകൊണ്ട് താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി വീഡിയോ കണ്ടതിന് ബൈ.